നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും A to Z വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയംകാര് കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തി. കോട്ടയം നിവാസികൾക്ക് വേണ്ടി ലുലു മാള് തുറന്നു കഴിഞ്ഞു. എന്നാൽ കോട്ടയത്തെ ജനങ്ങൾ ഒരു കാര്യത്തിൽ നിരാശരായിരുന്നു. ആ ഒരു നിരാശ മാറുന്ന കാര്യമാണ് ഇന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞത്. അതായത് തിയേറ്റർ ഇല്ല എന്നുള്ളൊരു വിഷമമായിരുന്നു കോട്ടയത്ത് ലുലു മാൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ പ്രകടിപ്പിച്ചത്. എന്നാൽ തിയേറ്റർ ഉടനെ തന്നെ ലുലു മാളിൽ ആരംഭിക്കുമെന്ന് ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് യൂസഫ് അലി പറഞ്ഞു. അപ്പോൾ കോട്ടയംകാരുടെ ആ പരാതി തീർന്നെന്ന് വിചാരിക്കുന്നു. അധികം താമസിക്കാതെ തന്നെ കോട്ടയത്ത് തിയേറ്റർ ലുലു മാളിൽ ആരംഭിക്കും. PVR ആണെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും വാർത്തയിലേക്ക് വിശദമായിട്ട് കിടക്കാം. മധ്യ തിരുവിതാംകൂറിന് ഷോപ്പിംഗിന്റെ നവ്യാനുഭവം പകർന്ന കോട്ടയം ലുലു മാൾ തുറന്നു. ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ 5ാമത്തെ ഷോപ്പിംഗ് മാളാണ് കോട്ടയം മണിപ്പുഴയിൽ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തത്. കോട്ടയത്തെ ഒട്ടേറെ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ പൊതുജനങ്ങൾക്ക് മാളിലേക്ക് പ്രവേശനമുണ്ട്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് കേരളം ഒരു മുതിർന്ന പൗരന്മാരുടെ മാത്രം സ്വർഗമായി മാറരുതെന്ന് MA യൂസഫ് അലി പറഞ്ഞു. ഇവിടെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുകയാണ്. കേരളത്തിൽ പുതിയ പദ്ധതികൾ വരണം. പഴയ നിയമങ്ങൾ മാറി പുതിയ നിയമങ്ങൾ വരണം. വാണിജ്യ പദ്ധതികൾ വരണം. 3 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറയാറുള്ളത്. കമ്പനിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ നിയമവിരുദ്ധമായി പണം സമ്പാദിക്കരുത്. സർക്കാരിനെയോ കസ്റ്റമറിനെയോ കമ്പനിയെയോ പറ്റിച്ച് പണം ഉണ്ടാക്കരുത്. ഗുണനിലവാരമുള്ള സാധനങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 23,000 പേർ ഇന്ത്യയിൽ ലുലു ഗ്രൂപ്പിനായി ജോലി ചെയ്യുന്നുണ്ട്. ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളിലൂടെ ഗുണനിലവാരമുള്ള ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കോട്ടയത്തും അതായിരിക്കും ഞങ്ങളുടെ മുഖമുദ്ര. എല്ലാവരും വന്ന് അനുഗ്രഹിച്ചതിന് നന്ദി. 2,000 പേർ കോട്ടയം മാളിൽ നേരിട്ടും പരോക്ഷമായും ജോലി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതിന്റെ ഭാഗമാണ് ജനപ്രതിനിധികൾ. അവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നു കൊടുക്കുന്ന ഈ സംരംഭം പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു മാളല്ല. പണം സമ്പാദിക്കാൻ വേറെയും മാർഗങ്ങളുണ്ട്. ഇത് കോട്ടയത്തിന് വേണ്ടിയുള്ള ലുലു ഗ്രൂപ്പിന്റെ ക്രിസ്മസ് സമ്മാനമാണ്. കേരളത്തെ വളർത്താൻ രാഷ്ട്രീയക്കാർ, മാധ്യമങ്ങൾ, ബിസിനസ്സുകാർ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതോടൊപ്പം തിയേറ്റർ ഇല്ല എന്ന് നിരാശരായവർക്ക് ആശ്വാസമേകി മാളിൽ തിയേറ്റർ ഉടൻ ആരംഭിക്കുമെന്ന് യൂസഫ് അലി പറഞ്ഞു. ക്രിസ്മസിനോടനുബന്ധിച്ച് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ലുലു മാൾ തുറന്നത്. തിയേറ്ററിന്റെ പ്രവർത്തനം അധികം താമസിക്കാതെ ഉണ്ടാകും. അക്ഷരനഗരിക്ക് ആഹ്ലാദത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷമാണ് ഇതെന്നും അതിന് യൂസഫ് അലിക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ലുലു മാൾ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി VN വാസവൻ പറഞ്ഞു. നമ്മുടെ രാജ്യം ലോകത്തിന് സംഭാവന ചെയ്ത ബിസിനസ് ചക്രവർത്തിയാണ് അദ്ദേഹം. ലോകം ശ്രദ്ധിക്കുന്ന ഇന്ത്യക്കാരനായ ബിസിനസ്സുകാരൻ. ഗുണമേന്മ, സർവീസ്, വിലക്കുറവ് എന്നിവ അദ്ദേഹം കോട്ടയത്തിന് പ്രദാനം ചെയ്തു. മനോഹരമായ ബിസിനസ് സങ്കേതം യൂസഫ് അലി കോട്ടയത്തിന് നൽകി. വഴിവിട്ട് പ്രവർത്തിക്കരുത് എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. മറ്റുള്ളവയിൽ നിന്നും മെച്ചപ്പെട്ട ലുലു ഹൈപ്പർ മാർക്കറ്റാണ് കോട്ടയത്തെ മാളിലുള്ളത്. നിലവാരവും സ്നേഹവും മുറുകെ പിടിച്ചുകൊണ്ടുള്ള യൂസഫ് അലിയുടെയും ലുലുവിന്റെയും പ്രവർത്തനം മാതൃകാപരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. യൂസഫ് അലിയുടെ മനസ്സിന്റെ നന്മയാണ് ലുലുവിന്റെ വളർച്ചയുടെ കരുത്തെന്ന് മലയാള മനോരമ ചീഫ് എഡിറ്റർ മാമൻ മാത്യു പറഞ്ഞു. അദ്ദേഹവുമായി ദീർഘകാല ബന്ധമുണ്ട്. 10 കൊല്ലം മുമ്പ് രാഷ്ട്രപതി ഭവനിൽ നടന്നൊരു സംഭവം താൻ ഓർക്കുന്നു. ബഹ്റിൻ രാജാവിന് നൽകിയ സ്വീകരണ ചടങ്ങായിരുന്നത്. ഞാൻ ഒതുങ്ങി മാറിയൊരിടത്ത് നിൽക്കുകയായിരുന്നു. മടിച്ചു നിന്ന എന്നെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി യൂസഫ് അലി പരിചയപ്പെടുത്തി. മനോരമയെക്കുറിച്ചും എന്നെക്കുറിച്ചും യൂസഫ് അലി രാജാവിനോട് സംസാരിച്ചു. യൂസഫ് അലിയുടെ നന്മയാണ് ലുലുവിന്റെ കരുത്ത്. ചരിത്രം നിരവധി സൃഷ്ടിച്ച വ്യക്തി കൂടിയാണ് യൂസഫ് അലി. ഒരു കാലത്ത് ഇന്ത്യയെ അടക്കി ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുഖ്യ ഓഹരി ഉടമകളിൽ ഒരാളായി അദ്ദേഹം മാറി. ഇപ്പോഴിതാ കോട്ടയത്തിന്റെ ചരിത്രത്തിലേക്കും യൂസഫ് അലിയും ലുലുവും വരുന്നു. അദ്ദേഹത്തെയും ലുലുവിനെയും പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ കോട്ടയംകാർ വരവേൽക്കുകയാണെന്നും മനോരമ ചീഫ് എഡിറ്റർ പറഞ്ഞു. ഇത് കോട്ടയത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. ലുലു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തിന്റെ വികസനത്തിന്റെ പങ്കാളിയാകാൻ സാധിച്ചു എന്നത് വലിയ കാര്യമാണ്. കോട്ടയത്തിന്റെ വികസനത്തിന് പങ്കാളിയാകാൻ ലുലു ഗ്രൂപ്പിന് സാധിക്കും. മേഖലയിൽ വലിയ തൊഴിൽ സാധ്യത സമ്മാനിക്കും. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമെല്ലാം അവരുടെ നല്ല നിമിഷങ്ങൾ പങ്കിടാനുള്ള വേദിയായി ലുലു ഗ്രൂപ്പിന്റെ പുതിയ മാൾ മാറും. ഇതൊരു കേവലം മാൾ മാത്രമല്ല, ഗുണനിലവാരം, അർപ്പണ സമർപ്പണം എന്നിവയുടെ ഉറപ്പും കോട്ടയംകാർക്കൊപ്പം വളരുകയെന്ന നിശ്ചയവുമാണ് ലുലു ഗ്രൂപ്പ് ഉറപ്പു തരുന്നതെന്നും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി പറഞ്ഞു. അതേസമയം ലുലു ഗ്രൂപ്പിന്റെ ഇത്രയും കാലത്തെ യാത്രകളെ സംബന്ധിച്ചുള്ള വീഡിയോ വേദിയിൽ പ്രദർശിപ്പിച്ചു. ആഗോളതലത്തിൽ 25 രാജ്യങ്ങളിലായി
276-ലധികം ഹൈപ്പർ മാർക്കറ്റുകൾ, അതുപോലെ ജോലിക്കായി 73,000-ലധികം ജീവനക്കാർ, അതിൽ പകുതിയിലേറെയും മലയാളികൾ. MA യൂസഫലിയുടെ നേതൃത്വത്തിൽ ലുലു ഗ്രൂപ്പ് കൈവരിച്ച നേട്ടങ്ങൾ വീഡിയോയിൽ വ്യക്തമാക്കി. അഹമ്മദാബാദ്, ചെന്നൈ, ഗുരുഗ്രാം, തിരൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ പുതിയ മാളുകൾ നിർമ്മാണത്തിലാണ്. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ ലുലു ഗ്രൂപ്പിന്റെ പുതിയ സൈബർ ട്വിൻ ടവർ നിർമ്മാണത്തിലുണ്ട്. ലുലുവിന്റെ പാലക്കാട്, കോഴിക്കോട് മാളുകൾക്ക് സമാനമായ മിനി ഷോപ്പിംഗ് മാളാണ് കോട്ടയത്തേതും. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഫാഷൻ, ലുലു കണക്ട് എന്നിവയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. 2 നിലകളിലായി 3.22 ലക്ഷം ചതുരശ്ര അടിയാണ് കോട്ടയം ലുലു മാളിനായി ഒരുക്കിയിരിക്കുന്നത്. ലോകോത്തര ബ്രാൻഡുകളുടെ സാന്നിധ്യവും വിനോദത്തിന്റെയും ഭക്ഷണ വൈവിധ്യത്തിന്റെയും കേന്ദ്രങ്ങളും മാളിലുണ്ട്. ബ്യൂട്ടി ആൻഡ് വെൽനസ്, വിനോദം, കഫേ ആൻഡ് റെസ്റ്റോറന്റ്, മെൻസ് ഫാഷൻ, ജുവലറി ശ്രേണികളിലെ ആഭ്യന്തര രാജ്യാന്തര ബ്രാൻഡുകളും ഇവിടെ അണിനിരക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.